അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അമീറുൽ മുഅ്മിനീൻ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നീതിയുടെ പര്യായമായിരുന്നു. അബൂലുൽ മജൂസി എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ്റെ കുത്തേറ്റ് കിടക്കുന്നതായ സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കണങ്കാലിന് മീതെ മുണ്ട് കണ്ടപ്പോൾ ആ നിര്യാണിക്ക് താഴെയുള്ള ആ മുണ്ടിനെ കയറ്റിയെടുക്കുവാനാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞത്. ഇപ്പോഴും ഒരു തെറ്റ് കണ്ടാൽ അത് തിരുത്തുന്ന സ്വഭാവമായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാമും ഒരു യഥാർത്ഥ മുത്തക്കിയായിട്ട് നാം ജീവിക്കുവാനും അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തും നിങ്ങളോടും കാരുണ്യം ചെയ്യുന്നതാണ്. മൊത്തം കാരുണ്യത്തെ അള്ളാഹു തആല 100 വിഭജിക്കുകയും അതിൽ 99 പരലോകത്തേക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്. ഒരൊറ്റ ഒരു കാരുണ്യമാണ് മാതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, പിതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, തള്ളപ്പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം, ഇവകളെല്ലാം ഒരൊറ്റ ഒരു കാരുണ്യമാണ്. അങ്ങനെ നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ഒരു യഥാർത്ഥ മുത്തക്കിയായിട്ട് നാം ജീവിക്കുവാനും അങ്ങനെ നാം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ്, മുത്തഖീങ്ങൾക്കുള്ളതാണ്. അങ്ങനെ ഒരു മുത്തക്കിയായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും. അള്ളാഹു തആല മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ കലിമ ചൊല്ലിയിരിക്കുന്നവർ അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.